1 ശമൂവേൽ അധ്യായം 11. അനന്തരം അമ്മോന്യനായ നാഹാഷ് പുറപ്പെട്ടു വന്ന് ഗിലെയാദിലെ യാബേഷിന് നേരെ പാളയമിറങ്ങി. യാബേഷ് നിവാസികളൊക്കെയും നാഹാഷിനോട്, ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. അമ്മോന്യനായ നാഹാഷ് അവരോട്, നിങ്ങളുടെ വലം കണ്ണൊക്കെയും ചൂഴ്ന്നെടുക്കുകയും എല്ലാ ഇസ്രായേലിന്മേലും ഈ നിന്ന വരുത്തുകയും ചെയ്യും എന്നുള്ള സമ്മതത്തിന്മേൽ ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്യാം എന്ന് പറഞ്ഞു. യാബേഷിലെ മൂപ്പന്മാർ അവനോട്, ഞങ്ങൾ ഇസ്രായേൽ ദേശത്ത് എല്ലായിടവും ദൂതന്മാരെ അയപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് 7 ദിവസത്തെ ഇട തരേണം. ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ അടുക്കൽ ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. ദൂതന്മാർ ശൗലിന്റെ ഗിബെയയിൽ ചെന്ന് ആ വർത്തമാനം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. ജനമെല്ലാം ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഇതാ ശൗൽ കന്നുകാലികളെയും കൊണ്ട് വയലിൽ നിന്ന് വരുന്നു. ജനം കരയുന്ന സംഗതി എന്ത് എന്ന് ശൗൽ ചോദിച്ചു. അവർ യാബേശ്യരുടെ വർത്തമാനം അവനെ അറിയിച്ചു. ശൗൽ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു. അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. അവൻ ഒരേർ കാളയെ പിടിച്ച് കഷ്ണം കഷ്ണമായി ഖണ്ഡിച്ച് ദൂതന്മാരുടെ കയ്യിൽ ഇസ്രായേൽ ദേശത്ത് എല്ലായിടവും കൊടുത്തയച്ചു. ആരെങ്കിലും ശൗലിന്റെയും ശമൂവേലിന്റെയും പിന്നാലെ പുറപ്പെട്ടു വരാതിരുന്നാൽ അവന്റെ കാളകളെ ഇങ്ങനെ ചെയ്യും എന്ന് പറയിച്ചു. അപ്പോൾ യഹോവയുടെ ഭീതി ജനത്തിന്മേൽ വീണു. അവർ ഏക മനസ്സോടെ പുറപ്പെട്ടു. അവൻ ബേസക്കിൽ വച്ച് അവരെ എണ്ണി. ഇസ്രായേല്യർ 3,00,000 യഹൂദ്യർ 30,000 ഉണ്ടായിരുന്നു. വന്ന ദൂതന്മാരോട് അവർ, നിങ്ങൾ ഗിലെയാദിലെ യാബേശ്യരോട് നാളെ വെയിൽ മൂക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകും എന്ന് പറവിൻ എന്ന് പറഞ്ഞു. ദൂതന്മാർ ചെന്ന് യാബേശ്യരോട് അറിയിച്ചപ്പോൾ അവർ സന്തോഷിച്ചു. പിന്നെ യാബേശ്യർ, നാളെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും, നിങ്ങൾക്ക് ബോധിച്ചതൊക്കെയും ഞങ്ങളോട് ചെയ്തു കൊള്ളുവിൻ എന്ന് പറയിച്ചു. പിറ്റന്നാൾ ശൗൽ ജനത്തെ 3 കൂട്ടമായി വിഭാഗിച്ചു. അവർ പ്രഭാതയാമത്തിൽ പാളയത്തിന്റെ നടുവിലേക്ക് ചെന്ന് വെയിൽ മൂക്കും വരെ അമ്മോന്യരെ സംഹരിച്ചു. ശേഷിച്ചവരോ 2 പേർ ഒന്നിച്ചിരിക്കാതെ വണ്ണം ചിതറിപ്പോയി. അനന്തരം ജനം ശമൂവേലിനോട്, ശൗൽ ഞങ്ങൾക്ക് രാജാവായിരിക്കുമോ എന്ന് പറഞ്ഞത് ആർ? അവരെ ഏൽപ്പിച്ചു തരേണം, ഞങ്ങൾ അവരെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അതിന് ശൗൽ, ഇന്ന് ഒരു മനുഷ്യനെയും കൊല്ലരുത്, ഇന്ന് യഹോവ ഇസ്രായേലിന് രക്ഷ വരുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ശമൂവേൽ ജനത്തോട്, വരുവിൻ, നാം ഗിൽഗാലിൽ ചെന്ന് അവിടെ വെച്ച് രാജ്യത്വം പുതുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ജനമെല്ലാം ഗിൽഗാലിൽ ചെന്നു. അവർ ശൗലിനെ ഗിൽഗാലിൽ യഹോവയുടെ സന്നിധിയിൽ വച്ച് രാജാവാക്കി. അവർ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാധാന യാഗങ്ങൾ കഴിച്ചു. ശൗലും ഇസ്രായേല്യരൊക്കെയും ഏറ്റവും സന്തോഷിച്ചു.